ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പഴങ്ങളിലൊന്നാണ് മാതളം. പുറത്ത് കട്ടിയുള്ള തോലും ഉള്ളിൽ നൂറുകണക്കിന് ചുവന്ന മുത്തുകൾ പോലെ തിളങ്ങുന്ന വിത്തുകളുമുള്ള ഈ പഴം രുചികരമായത് മാത്രമല്ല, നിരവധി ആരോഗ്യ ഗുണങ്ങളുടെ കലവറ കൂടെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മാതളം ഭക്ഷണമായും ഔഷധ സസ്യമായും ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യ, മധ്യപൂർവ്വദേശം, മെഡിറ്ററേനിയൻ മേഖല എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ കൃഷി വ്യാപകമായി നടന്നിരുന്നത്. പല സംസ്കാരങ്ങളിലും മാതളം സമൃദ്ധിയുടെയും ദീർഘായുസ്സിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്ന് ആധുനിക ശാസ്ത്രവും മാതളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മാതളത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ: വിറ്റാമിൻ സി, കെ, ഫോളേറ്റ്, പൊട്ടാസ്യം, നാരുകൾ, പോളിഫിനോളുകൾ, പ്യൂണിക്കലാജിൻ, ആന്തോസയാനിനുകൾ. ഈ ഘടകങ്ങൾ ചേർന്നാണ് മാതളത്തെ ഏറ്റവും പോഷകസമൃദ്ധമായ പഴങ്ങളിൽ ഒന്നാക്കുന്നത്. ഒരു ഇടത്തരം വലിപ്പമുള്ള മാതളം ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ സിയുടെ നല്ലൊരു ഭാഗം നൽകുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. കൂടാതെ ഇതിലുള്ള നാരുകൾ ദഹനം മെച്ചപ്പെടുത്തുകയും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാതളം ഒരു അത്ഭുത മരുന്നല്ല. ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെയും വ്യായാമത്തിൻ്റെയും ഭാഗമായാണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്. മാതളം ആരോഗ്യത്തിന് ഇത്രയധികം ഗുണകരമാകുന്നതിൻ്റെ പ്രധാന കാരണം അതിലെ സമ്പന്നമായ പോഷക ഘടകങ്ങളാണ്. ഓരോ വിത്തിലും ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യം വിറ്റാമിൻ സിയെക്കുറിച്ച് നോക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും കൊളാജൻ ഉൽപ്പാദനത്തിനും ആരോഗ്യമുള്ള ചർമ്മത്തിനും ഇത് സഹായിക്കുന്നു. അടുത്തത് വിറ്റാമിൻ കെ. ഇത് രക്തം കട്ടപിടിക്കുന്നതിനും അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ആവശ്യമായ ഒരു പ്രധാന വിറ്റാമിനാണ്. മാതളത്തിൽ ഫോളേറ്റ് ധാരാളമുണ്ട്. പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്കും DNA നിർമ്മാണത്തിനും ഇത് ആവശ്യമാണ്. ഗർഭകാലത്ത് ഫോളേറ്റ് വളരെ പ്രധാനപ്പെട്ട പോഷകമാണ്. എന്നാൽ ഗർഭിണികൾ അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താവൂ. പൊട്ടാസ്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും പേശികളുടെയും നാഡികളുടെയും ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇത് സഹായകരമാണ്. മാതളത്തിലെ നാരുകൾ ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കൂടുതൽ സമയം വയർ നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ഒരു നല്ല പഴമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ ആൻറ്റി ഓക്സിഡൻറ്റുകളെക്കുറിച്ച് നോക്കാം. മാതളത്തിൽ പ്യൂണിക്കലാജിൻ, ആന്തോസയാനുകൾ, എലാജിക് ആസിഡ് തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ കോശങ്ങളെ ഫ്രീ റാഡിക്കലുകൾ മൂലമുള്ള നാശത്തിൽ നിന്ന് ഇത് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പല ശാസ്ത്രീയ പഠനങ്ങളും മാതളത്തിലെ ഈ സംയുക്തങ്ങൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഹൃദയാരോഗ്യം പിന്തുണയ്ക്കാനും സഹായിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ കൂടുതൽ ഗവേഷണം ഇപ്പോഴും തുടരുകയാണ്. മാതളത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച പഴങ്ങളിൽ ഒന്നായി കണക്കാക്കാൻ പ്രധാന കാരണം അതിലെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തന്നെയാണ്. എന്നാൽ എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ? അവ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകൾ എന്ന അസ്ഥിര തന്മാത്രകൾ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. പുകവലി, വായു മലിനീകരണം, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവ ഫ്രീ റാഡിക്കലുകളുടെ അളവ് വർദ്ധിപ്പിക്കും. ഇവയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന പ്യൂണിക്കലാജിൻ, ആന്തോസയാനുകൾ, എലാജിക് ആസിഡ് എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ വാർദ്ധക്യത്തിൻ്റെ വേഗത കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഇവ സഹായമാണ്. അതുകൊണ്ട് തന്നെ പല സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളിലും മാതളത്തിൻ്റെ സത്ത് ഉപയോഗിക്കാറുണ്ട്. ഇനി ഹൃദയാരോഗ്യത്തെക്കുറിച്ച് നോക്കാം. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ ആരോഗ്യമുള്ളതായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചില പഠനങ്ങൾ പ്രകാരം മാതളത്തിലെ പോളിഫിനോളുകൾ
രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓക്സിഡേറ്റീവ് നാശം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു. ചില ഗവേഷണങ്ങളിൽ സ്ഥിരമായി മാതളം കഴിക്കുന്നവരിൽ രക്തസമ്മർദ്ദം നേരിയ തോതിൽ കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് മരുന്നിന് പകരമല്ല. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സ തുടരണം. മാതളം മാത്രം കഴിച്ചാൽ ഹൃദ്രോഗം വരില്ലെന്നോ നിലവിലുള്ള രോഗം മാറുമെന്നോ പറയാൻ കഴിയില്ല. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം, പുകവലി ഒഴിവാക്കൽ എന്നിവയോടൊപ്പം മാതളം ഉൾപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ ഗുണം ലഭിക്കുക. പ്രമേഹമുള്ളവർക്ക് മാതളം കഴിക്കാമോ? ശരീരം ഭാരം കുറയ്ക്കാൻ സഹായിക്കുമോ? ദഹനാരോഗ്യത്തിന് എന്താണ് പങ്ക് വഹിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായ മറുപടി എന്താണെന്ന് നോക്കാം. ആദ്യം പ്രമേഹത്തെക്കുറിച്ച്. മാതളത്തിൽ സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊപ്പം നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതിനാൽ മുഴുവൻ പഴമായാണ് കഴിക്കുന്നത് നല്ലത്. ജ്യൂസാക്കി കുടിക്കുമ്പോൾ നാരുകളുടെ അളവ് കുറയാം. അതിനാൽ രക്തത്തിലെ പഞ്ചസാര വേഗത്തിൽ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹമുള്ളവർ സാധാരണയായി ഒരു ചെറിയ കപ്പ്, ഏകദേശം അര കപ്പ് മാതളവിത്തുകൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായി അളവ് നിയന്ത്രിച്ച് കഴിക്കാം. എന്നാൽ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായതിനാൽ ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശം പാലിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇനി ശരീരഭാരത്തെക്കുറിച്ച് നോക്കാം. മാതളം കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും ഉള്ള പഴമാണ്. നാരുകൾ കൂടുതൽ സമയം വയർ നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്നു. അതിനാൽ ഇടയ്ക്കിടെ അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കാൻ ഇത് സഹായമാകും. എന്നാൽ മാതളം മാത്രം കഴിച്ചാൽ ശരീരഭാരം കുറയില്ല. സമീകൃതമായ ഭക്ഷണക്രമം, ദിവസേനയുള്ള വ്യായാമം, മതിയായ ഉറക്കം എന്നിവയും അതുപോലെ പ്രധാനമാണ്. ഇനി ദഹനാരോഗ്യം. മാതളത്തിലെ നാരുകൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു. നല്ല കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ഇത് പിന്തുണ നൽകുന്നു. ചിലർക്ക് വളരെയധികം മാതളം ഒരേ സമയം കഴിച്ചാൽ വയറുവേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാം. അതിനാൽ മിതമായ അളവിൽ കഴിക്കുന്നതാണ് ഉചിതം. മാതളം രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഉച്ച ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ആരോഗ്യകരമായ ഒരു ലഘുഭക്ഷണമായി കഴിക്കാം. തൈര്, ഓട്സ്, ഫ്രൂട്ട് സാലഡ് എന്നിവയിലും ചേർത്ത് ഉപയോഗിക്കാം. മാതളം നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ചർമ്മം, മുടി, വാർദ്ധക്യം എന്നിവയിൽ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. ആദ്യം രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച്. മാതളത്തിൽ ധാരാളം വിറ്റമിൻ സിയും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു. ശരീരത്തെ അണുബാധകളിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യും. സമീകൃതമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാതളം ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. ഇനി ചർമ്മത്തിൻ്റെ ആരോഗ്യം. വിറ്റാമിൻ സി ശരീരത്തിൽ കൊളാജൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രധാന പോഷകമാണ്. കൊളാജൻ ചർമ്മത്തിന് ഉറപ്പും ഇലാസ്തികതയും നൽകുന്നു. കൂടാതെ മാതളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും പിന്തുണ നൽകുന്നു. ചില പഠനങ്ങൾ മാതളത്തിലെ പോളിഫിനോളുകൾ സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കോശനാശം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇത് സൺസ്ക്രീനിന് പകരമല്ല. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുകയും മറ്റ് ചർമ്മ സംരക്ഷണ മാർഗങ്ങൾ പാലിക്കുകയും വേണം. ഇനി മുടിയുടെ ആരോഗ്യം. മാതളം മാത്രം കഴിച്ചതുകൊണ്ട് മുടി കൊഴിച്ചിൽ മാറുമെന്നതിന് ശക്തമായ ശാസ്ത്രീയ തെളിവില്ല. എന്നാൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കുന്നതും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്, അതുവഴി മുടിയുടെ ആരോഗ്യത്തിനും പിന്തുണ നൽകും. വാർദ്ധക്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രായം കൂടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് മാതളത്തെ പലപ്പോഴും സൂപ്പർ ഫുഡെന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർക്കുക, ഒരു പഴം മാത്രം കഴിച്ചാൽ അത്ഭുതകരമായ ഫലം ലഭിക്കില്ല. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, വ്യായാമം, നല്ല ഉറക്കം എന്നിവ ചേർന്ന ആരോഗ്യകരമായ ജീവിതശൈലിയാണ് യഥാർത്ഥ രഹസ്യം. പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മാതളം നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മാതളത്തെക്കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി എന്താണ് അറിയപ്പെടുന്നതെന്ന് നോക്കാം. ആദ്യം പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ച്. മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും. നല്ല രക്തചംക്രമണം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനമാണ്.
ചില ചെറിയ പഠനങ്ങൾ മാതളം പുരുഷന്മാരുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിൻ്റെ ചില ഘടകങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇതിന് കൂടുതൽ ശക്തമായ ഗവേഷണങ്ങൾ ആവശ്യമാണ്. അതിനാൽ മാതളത്തെ ഒരു ചികിത്സയായി കാണാൻ പാടില്ല. ഇനി സ്ത്രീകളുടെ ആരോഗ്യം. മാതളത്തിൽ ഫോളേറ്റ്, വിറ്റമിൻ സി, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളാണ്. ആർത്തവകാലത്ത് സമീകൃതമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാതളം ഉൾപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് നല്ലതാണ്. ഗർഭകാലത്ത് മാതളം കഴിക്കാമോ? സാധാരണയായി പാകമായ മാതളം മിതമായ അളവിൽ കഴിക്കുന്നത് സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഗർഭിണികൾ ഭക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ഡോക്ടറുടെയോ പോഷകാഹാര വിദഗ്ധൻ്റെയോ ഉപദേശം തേടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മാതള സപ്ലിമെൻറ്റുകളോ എക്സ്ട്രാക്റ്റുകളോ സ്വമേധയാ ഉപയോഗിക്കരുത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് മാതളത്തിന് ചെറിയൊരു പങ്കുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ കെ അസ്ഥികളുടെ സാധാരണ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ കാൽഷ്യവും വിറ്റമിൻ ഡിയും വ്യായാമം അതുപോലെ പ്രധാനമാണ്. പ്രായമായവർക്കും മാതളം നല്ലൊരു പഴമാണ്. മൃദുവായ വിത്തുകൾ ചവച്ച് കഴിക്കാൻ കഴിയുന്നവർക്ക് ഇത് പോഷക സമൃദ്ധമായ ഒരു ലഘുഭക്ഷണമാണ്. എന്നാൽ ചിലർ ശ്രദ്ധിക്കണം, രക്തസമ്മർദ്ദത്തിനോ രക്തം കട്ടപിടിക്കുന്നത് തടയാനോ മരുന്നുകൾ കഴിക്കുന്നവർ പതിവായി വലിയ അളവിൽ മാതളം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക. മാതളം എങ്ങനെ കഴിക്കണം, ദിവസം എത്ര അളവിൽ കഴിക്കാം, ഏറ്റവും നല്ല സമയം ഏതാണ്? ആരോഗ്യമുള്ള മുതിർന്നവർക്ക് സാധാരണയായി ദിവസവും 1/2 മുതൽ 1 കപ്പ് വരെ മാതള വിത്തുകൾ സമീകൃതമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിക്കാം. ഇത് പൊതുവായ മാർഗനിർദ്ദേശമാണ്. ഓരോരുത്തരുടെയും പ്രായം, ആരോഗ്യസ്ഥിതി, ഭക്ഷണക്രമം എന്നിവ അനുസരിച്ച് അളവിൽ വ്യത്യാസം വരാം. സാധാരണയായി മുഴുവൻ മാതള വിത്തുകൾ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഇതിൽ നാരുകൾ നിലനിൽക്കും. നാരുകൾ ദഹനത്തിനും വയർ നിറഞ്ഞതായി തോന്നുന്നതിനും സഹായിക്കും. ജ്യൂസ് കുടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കരുത്. പുതുതായി തയ്യാറാക്കിയ ജ്യൂസ് തിരഞ്ഞെടുക്കുക. അളവ് നിയന്ത്രിക്കുക. സാധ്യമെങ്കിൽ അരിച്ചു മാറ്റാതെ തന്നെ കുടിക്കുക. മാതളം കഴിക്കാൻ ഒരു മാജിക് സമയമില്ല. എന്നാൽ ചിലർക്ക് ഈ സമയങ്ങൾ സൗകര്യപ്രദമാണ്. രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം, ഉച്ചഭക്ഷണത്തിന് ശേഷം, വൈകുന്നേരം ആരോഗ്യകരമായ ലഘുഭക്ഷണമായി, വ്യായാമത്തിന് ശേഷം മറ്റു പഴങ്ങളോടൊപ്പം. മാതളം ചേർത്ത് തയ്യാറാക്കുന്ന വിഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട് സാലഡ്, തൈരിനൊപ്പം, ഓട്സിലോ പച്ചക്കറി സാലഡിന് മുകളിൽ വിതറിയോ സ്മൂത്തികളിൽ ചേർത്തോ കഴിക്കാം. മാതളത്തോട് ചേർത്ത് എന്തൊക്കെ കഴിക്കാം? ബദാം, വാൾനട്ട്, തൈര്, ഓട്സ്, ചിയ വിത്തുകൾ എന്നിവയ്ക്കൊപ്പം കഴിക്കുന്നത് പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.